ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകത്തിൻ്റെ വിചിന്തനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആരംഭം എങ്ങനെയാണ്, അതേ പുസ്തകത്തിൻ്റെ അർത്ഥം എന്താണ് രണ്ടാമത്തെ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെയായിരുന്നു ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതെങ്കിൽ ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് നിയമാവർത്തന ചരിത്രത്തെക്കുറിച്ചാണ്. ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്ററി എന്ന പേരിൽ എന്താണ് അർത്ഥമാക്കുക. ഈ കാലഘട്ടങ്ങളിലൊക്കെയും പ്രത്യേകിച്ച് 1880 കാലഘട്ടം മുതൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഠനത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യം കടന്നു വരികയാണ്. ജൂലിയസ് വെൽഹൗസൺ എന്ന് പറയുന്ന പ്രസിദ്ധനായ വിശുദ്ധഗ്രന്ഥ പണ്ഡിതൻ വിശുദ്ധഗ്രന്ഥം എങ്ങനെയാണ്, ഏത് പാരമ്പര്യത്തിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 4 പ്രധാനപ്പെട്ട പാരമ്പര്യങ്ങളാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് പഞ്ചഗ്രന്ഥത്തിൽ ഉള്ളത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായി. ഒന്നാമത്തെ പാരമ്പര്യത്തിന് പറയുന്ന പേരാണ് യാഹ്വിസ്റ്റിക് പാരമ്പര്യം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹോവ എന്ന വാക്ക് ഉപയോഗിക്കുന്ന പാരമ്പര്യങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. നമുക്ക് മലയാളം ബൈബിളിൽ അത് അത്രമാത്രം ദൃശ്യമല്ലെങ്കിലും ഹീബ്രു ബൈബിളിലൊക്കെ എലോഹിം, യാഹുവേ എന്ന വാക്ക് ഉപയോഗിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ അതൊരു പാരമ്പര്യമായിട്ട് മാറ്റി. രണ്ടാമതായിട്ട് എലോഹിസ്റ്റിക് പാരമ്പര്യം. അത് എലോഹിം എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം എലോഹിസ്റ്റ് പാരമ്പര്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. മൂന്നാമത്തെ പാരമ്പര്യമാണ് പ്രീസ്റ്റ്ലി പാരമ്പര്യം. പി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാരമ്പര്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രീസ്റ്റ്ലി പാരമ്പര്യം എന്ന് പറയുന്നത് സാബത്താചരണത്തെക്കുറിച്ചും ദൈവിക നിയമങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ദേവാലയത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും ബലികളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു പാരമ്പര്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അത് പ്രവാസ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു പാരമ്പര്യമായിരുന്നു. അതിനാൽ തന്നെയാണ് ആ പാരമ്പര്യത്തെ പ്രീസ്റ്റ്ലി പാരമ്പര്യം, പുരോഹിതരുടെ പാരമ്പര്യം എന്ന പേരിൽ അറിയപ്പെടുക. നാലാമത്തെ പാരമ്പര്യമാണ് ഡ്യൂട്രോണമിസ്റ്റിക് പാരമ്പര്യം, നിയമാവർത്തന പാരമ്പര്യം എന്ന് പറയുന്നത്. ആ നിയമാവർത്തന പാരമ്പര്യത്തിൽ നിയമാവർത്തന നിയമങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് ആ നിയമങ്ങളിലൂടെ രൂപീകൃതമായ വിശുദ്ധ ഗ്രന്ഥഭാഗത്തെയാണ് അതൊരു പാരമ്പര്യമായിട്ട് മാറ്റിക്കൊണ്ടാണ് ആദ്യകാലങ്ങളിലെ, പ്രത്യേകിച്ച് 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജൂലിയസ് വെൽഹൗസൺ എന്ന് പറയുന്ന വ്യക്തി 4 പാരമ്പര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. JEDP എന്നാണ് ഈ പാരമ്പര്യങ്ങളുടെ അർത്ഥം. എന്നാൽ 1990കളിൽ ഈ പാരമ്പര്യങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുകയും ഈ പാരമ്പര്യങ്ങൾക്ക് നിന്ന് വ്യത്യസ്തമായി പല രീതിയിൽ ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്ററി എന്ന് പറയുന്ന പുതിയൊരു ദൈവശാസ്ത്ര ചിന്താവിഷയം കടന്നു വരികയുണ്ടായി. ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്ററി, അതായത് നിയമാവർത്തന ചരിത്രത്തിൻ്റെ ചരിതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായി. അതിലൂടെ നിയമാവർത്തന പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ചിന്തയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ചിന്തയിൽ നിന്ന് ബാക്കി പുസ്തകങ്ങളുടെ പ്രത്യേകതകൾ അവതരിപ്പിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്ററി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുക. അപ്പം ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അത് ഫ്രാങ്ക് മൂർ എന്ന് പറയുന്ന ഒക്കെ ആളുകൾ പിൽക്കാലങ്ങളിൽ ഡെവലപ്പ് ചെയ്തൊരു സംഗതിയാണ്. നിയമാവർത്തന പുസ്തകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആ നിയമാവർത്തന പുസ്തകത്തിൻ്റെ നിയമസംഹിതകളെ അത് എപ്രകാരമാണ് മറ്റു പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് യോശുവ, ന്യായാധിപന്മാർ, അതുപോലെ തന്നെ രാജാക്കന്മാർ തുടങ്ങിയ എല്ലാവരുടെയും പുസ്തകങ്ങൾ ഇതെങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരു സ്റ്റഡി നടത്തുകയുണ്ടായി. അതിന് പ്രകാരം വളരെ മനോഹരമായിട്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിന് അത്രമാത്രം പ്രാധാന്യം പിൽക്കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി എന്താണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് നിൽക്കുക? പ്രധാനപ്പെട്ട സവിശേഷത മറ്റൊന്നുമല്ല,
നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഏകദൈവത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസ സംഹിത ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഈ നിയമാവർത്തന പുസ്തകം. നമുക്ക് മറ്റ് പുസ്തകങ്ങളിൽ ഇല്ല എന്നുള്ളതല്ല, മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ അല്പം കൂടെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഈ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുക. പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഒരു വചനഭാഗമാണ് ഷെമാ പ്രയർ എന്ന പേരിൽ അറിയപ്പെടുക. ഇസ്രായേലിൻ്റെ മതജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എന്നും നിരന്തരം ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയായിട്ടാണ് ഷെമാ പ്രയർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഷെമാ പ്രയറിൻ്റെ ഒരു വിഷ്വൽ അവരെങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെ. ഷെമാ Adonai Eloheinu Adonai Echad Adonai Meloch Le'olam ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? ഷെമാ ഇസ്രായേൽ, അദോണായ് എലോഹേനു അദോണായ് യഹാദ് എന്ന് ഹെബ്രായ ഭാഷയിൽ അവർ പറയുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റൊരു മനോഹരമായ ഒരു പ്രതിഭാസമാണ്. കാരണം ഹെബ്രായ ബൈബിൾ എടുത്തു നോക്കിക്കഴിയുമ്പോൾ ഉൽപ്പത്തി മുതൽ അതിൻ്റെ സമാപനത്തിൽ ഹെബ്രായ പുസ്തകത്തിൻ്റെ മലാക്കിയുടെ അല്ലെങ്കിൽ ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൻ്റെ സമാപനം വരെയുള്ള ഭാഗങ്ങൾ എടുത്തു നോക്കിക്കഴിയുമ്പോൾ ഒരു സെൻറ്റൻസ് പോലും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തിട്ടില്ല. എന്നാൽ ഷെമാ ഇസ്രായേലിൻ്റെ 2 ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് സാധാരണയായി ഹെബ്രായ ഭാഷയിൽ ഇല്ല. എങ്ങനെയാണത് ക്യാപിറ്റൽ ലെറ്റർ ആണെന്ന് പറയാൻ കാരണം അതിന് ഒരു വലിയ വലുപ്പത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കുക. ഷെമാ ഇസ്രായേൽ അദോണായ് എലോഹേനു അദോണായ് യഹാദ് എന്ന ആ പ്രാർത്ഥനയിൽ 2 ലെറ്റേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഐനും 2 ദാലതും. ഈ 2 വാക്കുകളും കൂടി ഒന്നിച്ച് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാക്കാണ് ഊദ് അല്ലെങ്കിൽ ഈദ് എന്ന വാക്ക്. ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, സാക്ഷ്യമെന്നാണ്, ടെസ്റ്റിമണി എന്നാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനത പ്രാർത്ഥിക്കുമ്പോൾ അത് അവരുടെ ജീവിത സാക്ഷ്യമായിട്ട് മാറുകയാണ്. ദൈവമാണ് ഏക കർത്താവെന്നുള്ള ഒരു ജീവിത സാക്ഷ്യം. അതുകൊണ്ടാണ് ഈ ഏക കർത്താവാകുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്രം നൽകുന്ന ഒരു പുസ്തകമാണ് നിയമാവർത്തന പുസ്തകം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. ഈ നിയമാവർത്തന പുസ്തകത്തിൻ്റെ കാണുന്ന നിയമസംഹിതകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം എപ്പോഴാണ് നിർവഹിക്കേണ്ടത്? നീ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് മോശ ഇസ്രായേൽ ജനതയ്ക്കായിട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങളിലെ നിയമസംഹിതകൾ മുഴുവനും അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുന്നത് ജോഷുവയുടെ പുസ്തകത്തിലാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജോഷുവ ഇസ്രായേലിൻ്റെ നേതാവായിട്ട് മോശ തന്നെ നിയമിക്കുകയാണ് 32-ാമത്തെ അധ്യായത്തിൽ. ഇപ്രകാരം നിയമിക്കപ്പെടുന്ന ജോഷുവ ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. മോവാബ് ദേശത്ത് നിന്ന് ജോർദാൻ നദി കടന്ന്
വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. മോശ കൽപ്പിച്ചതനുസരിച്ച് തന്നെ വാഗ്ദാന ദേശത്തേക്ക് പോവുകയാണ്. മോശ കൊടുക്കുന്ന കൽപ്പനകളിലും നിയമങ്ങളിലുമൊക്കെ പറയുന്നൊരു കാര്യം ഇപ്രകാരമാണ്: ഹദ്സാക്ക് വെ ഏമത്സ്, അതായത് ബി ഫേം ആൻഡ് ബി കറേജസ്. നീ വിശ്വസ്തനായിരിക്കുക, നീ ധൈര്യമുള്ളവനായിരിക്കുക, വാഗ്ദാന ദേശത്തേക്ക് പോകാൻ വേണ്ടി നീ ഒരുങ്ങിയിരിക്കുക. മോശ ജോഷുവായ്ക്ക് കൊടുക്കുന്ന അതേ നിർദ്ദേശം തന്നെയാണ് ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ ജോഷുവയുടെ പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന നിയമങ്ങൾ ഓരോന്നും തന്നെ, പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന നിയമാവർത്തന പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൽ റൂൾ ഓഫ് ദ ഹോളി വാറിനെ കുറിച്ചുകൊണ്ട്, അതായത് യുദ്ധം എങ്ങനെ ചെയ്യണമെന്നും ആ യുദ്ധത്തിലൂടെ എന്തൊക്കെയാണ്, ആ യുദ്ധത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുമൊക്കെ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായം. ആ 20-ാമത്തെ അധ്യായത്തിൻ്റെ പൂർണ്ണത കടന്നു വരുന്നത് ഇസ്രായേൽ ജനം യുദ്ധം ചെയ്ത് കീഴടക്കുന്ന പ്രദേശത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. യോർദാൻ നദി കടന്ന് ജെറീക്കോ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ജോഷുവ യുദ്ധത്തിൻ്റെതായിട്ടുള്ള എല്ലാ നിയമങ്ങളിലും അതിൻ്റെ വ്യവസ്ഥകളും പാലിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നില്ല എങ്കിൽ ജനത്തിന് ശാപമാണെന്ന് കൃത്യമായിട്ട് ജോഷുവ പറയുന്നുണ്ട്. ആ ശാപത്തെക്കുറിച്ചും ഇവിടെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു ഉദാഹരണം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ ഉദാഹരണം നിയമാവർത്തന പുസ്തകം 17-ാമത്തെ അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യക്ഷമാവുന്ന രാജാക്കന്മാരെ കുറിച്ചുള്ള വിചിന്തനമാണ്. രാജാക്കന്മാർ ആരായിരിക്കണം, എങ്ങനെയാണ് അവരുടെ പ്രത്യേകത, ആരാണ് തിരഞ്ഞെടുക്കുന്നത്, ഏത് രീതിയിൽ അവർ തിരഞ്ഞെടുക്കപ്പെടണം എന്നതിനെക്കുറിച്ച് ഇനിയുള്ള എപ്പിസോഡുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാലും നിയമാവർത്തന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഈ നിയമത്തിൻ്റെ അതിൻ്റെ സാധുതയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണമാണ് നമുക്ക് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായം മുതൽ കാണുന്നത്. സാവൂൾ രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ, ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ, സോളമനെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ നിയമത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേൽ ജനം ഇവരെയെല്ലാം തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ദേവാലയത്തോടുള്ള ഒരു വ്യക്തിയുടെ ബന്ധം എപ്രകാരമായിരിക്കണമെന്നും നിയമാവർത്തന പുസ്തകം അനുശാസിക്കുന്നുണ്ട്. കാരണം അവിടെ ഇവിടെയും പോയി ബലിയർപ്പിക്കാൻ പാടില്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് ബലിയർപ്പണം നടത്തണം. ആ ബലിയർപ്പണം നടത്തുമ്പോൾ ആ ബലിയർപ്പണമാണ് ഒരുവനെ വാഗ്ദാന ദേശത്തിൻ്റെ അവകാശിയാക്കി മാറ്റുന്നത് എന്ന് ഉള്ള ഒരു വലിയ ചിന്ത, അത് നിയമാവർത്തന പുസ്തകത്തിന് 12 മുതൽ പ്രത്യക്ഷപ്പെടുന്ന ചിന്തയാണ്. ആ ചിന്തയുടെ പൂർണ്ണത കടന്നു വരുന്നത് ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിലും ദേവാലയത്തിൻ്റെ സ്ഥാപനത്തിലും ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിയർപ്പണത്തിലുമൊക്കെയാണ് എന്ന് മറ്റു പുസ്തകങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്രകാരം കർത്താവിൻ്റെ നിയമങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഒരു തനി ആവർത്തനമായി, അല്ലെങ്കിൽ ഫുൾഫിൽമെൻ്റായി നമുക്ക് മറ്റു പുസ്തകങ്ങളിൽ ജോഷുവ, ന്യായാധിപന്മാർ, സാമുവേൽ, രാജാക്കന്മാർ തുടങ്ങിയ പുസ്തകങ്ങളിൽ ഇവയുടെ ഫുൾഫിൽമെൻ്റ് അല്ലെങ്കിൽ പൂർണ്ണത കടന്നു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ, പ്രത്യേകിച്ച് വിശുദ്ധ വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ നിയമസംഹിതകളുടെ ചരിത്രപരമായിട്ടുള്ള അനുഭവമാണ് ഈ പുതിയ അല്ലെങ്കിൽ ആദ്യകാല പ്രവാചക ഗ്രന്ഥങ്ങളായ ജോഷുവ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ തുടങ്ങിയ പ്രവചന പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അങ്ങോട്ടേക്ക് മാത്രമല്ല ഇതിൻ്റെ വ്യാപ്തി നിൽക്കുന്നത്, മറിച്ച് നിയമാവർത്തന പുസ്തകം ഉൽപ്പത്തി പുസ്തകം മുതലുള്ള പുസ്തകങ്ങൾക്കൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. അതും ഇവിടെ പ്രാധാന്യമുണ്ട്. കാരണം നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്ന 21-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 21-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യജാതനെക്കുറിച്ചുള്ള നിയമത്തെക്കുറിച്ചാണ്. ആദ്യജാതൻ്റെ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ആദ്യജാതൻ എന്ന് പ്രഖ്യാപിക്കുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തിയെ ആദ്യജാതൻ്റെ സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്, ഇതെല്ലാം കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകമാണ് നിയമാവർത്തന പുസ്തകം എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് പഴയ കാലത്തിൽ പ്രത്യേകിച്ച് ഏസാവ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ആദ്യജാതൻ്റെ അവകാശം നഷ്ടപ്പെട്ടത്, ഇശ്മായേൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ആദ്യജാതൻ്റെ അവകാശം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്താണ്, റൂബൻ
ശിമയോൻ, ലേവി തുടങ്ങിയ വ്യക്തികൾക്ക് എങ്ങനെ ആദ്യജാതൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടു? ഇങ്ങനെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന നിയമസംഹിതകളുടെ അവലോകനമായിട്ട്, എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലും കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ നിയമാവർത്തന പുസ്തകത്തെ മറ്റു പുസ്തകങ്ങളുടെ ദൈവശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ എല്ലാ പുസ്തകങ്ങളുടെയും ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് പറയാനുള്ള കാരണം. ഇനി രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിയമാവർത്തന പുസ്തകം എന്താണ് എന്ന് ചോദിച്ച് ഒറ്റ വാക്കി പറഞ്ഞാൽ മോശയുടെ പ്രസംഗങ്ങളാണ് നിയമാവർത്തന പുസ്തകം. എന്തിനാ മോശ പ്രസംഗിക്കുന്നത്? ഞാൻ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മോശ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കാൻ മോശയ്ക്ക് സാധിക്കുന്നില്ല. അതിന് പകരമായിട്ട് മോശ നേരെ പോയി മലമുകളിൽ ചെന്നിട്ട് വാഗ്ദാന ദേശം ഉറ്റുനോക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഈ രംഗങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രഭാഷണം എന്ന രീതിയിലാണ്, ഉപദേശം എന്ന രീതിയിലാണ് ഈ പുസ്തകത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ പ്രസംഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-ാം അധ്യായം 6 മുതൽ 4-ാം അധ്യായം 43 വരെയുള്ള വചനഭാഗങ്ങളാണ് ഒന്നാമത്തെ മോശയുടെ ഒന്നാമത്തെ പ്രസംഗം. ഇതിൻ്റെ അകത്ത് ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം വിവരിക്കുന്ന ഭാഗമാണ് ഒന്നാമത്തെ ഭാഗമായിട്ട് നമ്മൾ കാണുക. ഒന്നാമത്തെ പ്രസംഗത്തിൽ മോശ പറയുകയാണ് ഇസ്രായേൽ ജനത്തോട് ദൈവം എങ്ങനെയൊക്കെയാണ് പെരുമാറിയതെന്ന് വിശേഷിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗമാണ് 4-ാം അധ്യായം 44 മുതൽ 26-ാം അധ്യായം 19-ാമത്തെ വാക്യം വരെ. അവിടെ പറയുന്ന 2 ഭാഗങ്ങൾ വളരെ പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ ഭാഗം ഇതാണ്. അതെങ്ങനെയാണ് തുടങ്ങുന്നത് ചോദിച്ചാൽ, ഇന്ന് ഞാൻ കൽപ്പിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അനുശാസനങ്ങളും നീ നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4-ാം അധ്യായം 44 മുതൽ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് ഈ 10 കൽപ്പനകളുടെ അല്ലെങ്കിൽ 10 വാക്കുകളെക്കുറിച്ചുള്ള നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഭാഗമാണ്. എന്തിനാണ് 10 വാക്കുകൾ അവിടെ കൊണ്ട് ചേർത്ത് വെച്ചിരിക്കുന്നത്? അത് എല്ലാ പുസ്തകങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നിയമങ്ങൾ കടന്നു വരുന്നതിന് മുമ്പായി ആ നിയമങ്ങൾക്ക് മുമ്പിൽ ഈ 10 പ്രമാണങ്ങൾ അല്ലെങ്കിൽ 10 വാക്കുകൾ പ്രത്യക്ഷപ്പെടും. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് ആദ്യത്തെ 10 കൽപ്പനകൾ അല്ലെങ്കിൽ 10 വാക്കുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഈ 10 വാക്കുകൾക്ക് ശേഷമാണ് പിന്നീട് നിയമങ്ങൾ കടന്നു വരുന്നു. ഇനി രണ്ടാമത്തെ നിയമസംഹിതയായ ഹോളിനെസ് കോഡിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ലേവ്യരുടെ പുസ്തകം 17 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും 19-ാമത്തെ അധ്യായത്തിലും 10 കൽപ്പനകൾ 10 വാക്കുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ നിയമസംഹിതയിലൂടെ കടന്നു പോകുമ്പോൾ ആ നിയമസംഹിതകൾക്കുള്ളിലും ഈ 10 കൽപ്പനകൾ അല്ലെങ്കിൽ 10 വാക്കുകൾ ഇൻസേർട്ട് ചെയ്യുന്നതിലൂടെ നിയമാവർത്തന പുസ്തകത്തിൻ്റെ നിയമസംഹിതയിലേക്ക് നമ്മെ വിശുദ്ധ ഗ്രന്ഥകാരൻ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് 5-ാമത്തെ അധ്യായത്തിൻ്റെ അല്ലെങ്കിൽ ആരംഭത്തിൽ തന്നെ ഈ നിയമാവർത്തന ഗ്രന്ഥകാരൻ പ്രത്യേകമായിട്ട് ഈ 10 വാക്കുകളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഇപ്രകാരമാണ്: വിഗ്രഹാരാധനയ്ക്കെതിരെ മോശ സംസാരിക്കുകയാണ്. ഇതൊരു പ്രഭാഷണത്തിൻ്റെ പരമ്പരയായിട്ടാണ് കാണുന്നത്. ഓരോ അവസരങ്ങളിലും പറയുന്നു, നിങ്ങൾ വാഗ്ദാന ദേശത്ത് പ്രവേശിക്കുമ്പോൾ ഈ കാര്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ എല്ലാം ആദ്യ ഭാഗത്തിൻ്റെ സമാപനം അവിടെയും നമുക്ക് അനുഗ്രഹങ്ങളും ശാപങ്ങളും കാണാൻ സാധിക്കും. കർത്താവിൻ്റെ പ്രമാണങ്ങളും പ്രബോധനങ്ങളും സ്വീകരിക്കുമ്പോൾ അനുഗ്രഹങ്ങളും, കർത്താവിൻ്റെ പ്രബോധനങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ ശാപവും ഉണ്ടാകുന്നു. 11-ാമത്തെ അധ്യായത്തിൻ്റെ സമാപന വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ അനുഗ്രഹങ്ങളും ശാപങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതോടുകൂടി ഇതിന് 1-ാമത്തെ ഭാഗം അവസാനിക്കുന്നു. ഈ 2-ാമത്തെ പ്രസംഗത്തിൻ്റെ 2-ാമത്തെ ഭാഗം 12-ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുകയാണ്. കാരണം അവിടെ തുടങ്ങുന്നത് നീ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ, കർത്താവ് നിനക്ക് വേണ്ടി നൽകിയ ദേശത്തേക്ക് നീ പ്രവേശിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് 2-ാമത്തെ ഭാഗം ആരംഭിക്കുന്നത്. ഇതൊരു നിയമസംഹിത പോലെ ഒന്നിന് മറ്റൊന്നായിട്ട് ചേർന്ന് കിടക്കുകയാണ്. 12 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ അതിൻ്റെ നിയമസംഹിതകളാണ്, നിയമാവർത്തന നിയമസംഹിതകളാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ള ഒരു ഭാഗമുള്ളത് കർത്താവിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന സ്ഥലം, കർത്താവിന് വേണ്ടി ബലി അർപ്പിക്കപ്പെടുന്ന ബലിപീഠം,
ഇതിനെക്കുറിച്ചും ദൈവിക നിയമങ്ങളെക്കുറിച്ചും സമൂഹത്തിലുണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ന്യായാധിപന്മാരുടെ നിയമങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ നിയമങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ആദ്യജാതനെക്കുറിച്ചുള്ള നിയമങ്ങൾ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രതിഭാസങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുന്നു. ഇതെല്ലാം അവതരിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ സമാപനത്തിൽ, ഈ നിയമങ്ങളുടെ സമാപനത്തിലാണ് മൂന്നാമത്തെ പ്രസംഗം പറയുന്നത്. അത് ഭാവിയിലേക്കുള്ള ഒരുക്കത്തിൻ്റെ പ്രസംഗമാണ് മോശ പറയുന്നത്. എന്താണ് പറയുന്നത്? വലിയൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. 27, 28 അധ്യായങ്ങളിൽ മോശ ഇതിൻ്റെ ഒരു ഒരുക്കം കൊടുക്കുകയാണ്. നിങ്ങൾ ഈ നിയമം പാലിച്ചാൽ അനുഗ്രഹങ്ങൾ കിട്ടും, പാലിക്കുന്നില്ലെങ്കിലോ ശാപങ്ങൾ കിട്ടും. 27-ാം അധ്യായം മുഴുവനും അനുഗ്രഹങ്ങളാണെങ്കിൽ 28-ാമത്തെ അധ്യായം മുഴുവനും ശാപങ്ങളായിട്ടാണ് കാണുക. എന്നാൽ അതിൻ്റെ സമാപനത്തിൽ ഈ 3 പ്രസംഗങ്ങൾ കഴിഞ്ഞ് ഈ നിയമങ്ങളെല്ലാം തന്നെ ഒന്ന് ക്രോഡീകരിച്ച് ആ നിയമങ്ങളെ ഒന്ന് സീല് ചെയ്യണം. അതാണ് 29-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. പിന്നീട് കാണുന്നത് 30 മുതലുള്ള 34 വരെയുള്ള അധ്യായങ്ങൾ മോശയുടെ അന്ത്യ ദിനങ്ങളെക്കുറിച്ചും മോശയുടെ അനുഗ്രഹ വചസ്സുകളെക്കുറിച്ചും മോശയുടെ കീർത്തനത്തെക്കുറിച്ചും ജോഷുവായെ ഫലമേൽപ്പിക്കുന്നതിനെക്കുറിച്ചും മോശയുടെ മരണത്തെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നതിലൂടെ നിയമാവർത്തന പുസ്തകം സമാപിക്കുകയാണ്. അതിനാൽ തന്നെ ഈ ഒരു ഘടന നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ മോശ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത ഒരു പ്രഭാഷണം എന്ന രീതിയിലാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുക. ഇത് വെറും ഒരു പ്രഭാഷണം എന്നതിലുപരിയായി ഇതൊരു കവനൻ്റ് റിന്യൂവലായിട്ടാണ് പല വിശുദ്ധ പണ്ഡിതന്മാരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്താണ് കവനൻ്റ് റിന്യൂവൽ സെറമണി എന്ന് പറയുന്നത്? കവനൻ്റ് റിന്യൂവൽ സെറമണി ഉടമ്പടിയുടെ നവീകരണത്തിൻ്റെ ഒരാഘോഷം നടക്കുകയാണ്. കാരണം ഇസ്രായേലിൻ്റെ പാപകരമായ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള രേഖകൾ നമുക്കുണ്ട്. കാരണം ഇസ്രായേൽ ജനം സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 11 മുതലുള്ള അധ്യായങ്ങളിൽ അവരുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് സീനായ് മലയുടെ അടിവാരത്ത് നിന്ന് വാഗ്ദാന പേടവും പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെയും ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നെങ്കിൽ പോലും അവിടെയൊക്കെയും ഇസ്രായേൽ തകർന്ന് തരിപ്പണമായിട്ട് മാറുന്ന രംഗങ്ങൾ കാണുന്നുണ്ട്. 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം ദൈവത്തിനു മുമ്പിൽ പാപം ചെയ്തതിനാൽ കർത്താവ് അവരെ ശിക്ഷിക്കുന്ന രംഗം കാണുന്നുണ്ട്. അവർ മോശയ്ക്കെതിരെയും അഹറോനെതിരെയും പിറുപിറുക്കുന്ന രംഗങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളെ എന്തിനാണ് ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾക്ക് ഭക്ഷണമില്ല എന്നൊക്കെ പറയുമ്പോൾ ദൈവമായ കർത്താവിനെതിരെ സംസാരിക്കുന്ന ജനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവർക്കൊക്കെ കാടപ്പക്ഷിയെ കൊടുക്കുന്ന രംഗങ്ങൾ 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. മോശ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയുകയാണ്, കർത്താവെ, ഞാനാണോ ഈ ജനത്തെ പ്രസവിച്ചത്? ഈ ജനത്തിൻ്റെ പാപം മുഴുവൻ ഞാൻ എന്തിനാണ് എൻ്റെ തലയിൽ ചുമക്കുന്നത് എന്ന് പറയുമ്പോൾ കർത്താവ് മോശയോട് പറയുകയാണ്, നീ 70 ശിഷ്യന്മാരെ അല്ലെങ്കിൽ 70 ശ്രേഷ്ഠന്മാരെ നീ തിരഞ്ഞെടുക്കുക. ഇപ്രകാരം ധാരാളം രീതിയിൽ പല തവണ ഇസ്രായേൽ ജനം പാപത്തിൻ്റെ കുത്തൊഴുക്കിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോവാബ്യരുമായിട്ട് ഇസ്രായേൽ ജനം അവിഹിത വേഴ്ച നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാനാന്യരുമായിട്ട് അവിഹിത വേഴ്ച നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ജനം നഷ്ടപ്പെട്ടപ്പോൾ, ഈ ജനം പാപത്തിന് അടിമത്തത്തിലേക്ക് വന്നപ്പോൾ ഈ ജനത്തെ പാപകരമായ സാഹചര്യത്തിൽ നിന്ന് ഉയർത്തി ദൈവത്തിന് മുമ്പിൽ ഉടമ്പടിയുടെ ബന്ധത്തിലൂടെ ഒരു പുതിയ ഉടമ്പടിയിലേക്ക് ഇസ്രായേൽ ജനതയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ മോശ ഈ പ്രഭാഷണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മോശയുടെ പ്രഭാഷണത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇതൊരു കവനൻ്റ് റിന്യൂവൽ സെറമണിയാണ്. കവനൻ്റ് റിന്യൂവൽ സെറമണി, ഉടമ്പടിയുടെ നവീകരണത്തിൻ്റെ ഒരാഘോഷം. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിനെ നിയമത്തിൻ്റെ ആവർത്തനം എന്നതിലുപരിയായി ഉടമ്പടിയുടെ ബന്ധത്തിൻ്റെ ആവർത്തനമായിട്ട് വിശുദ്ധ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നിയമാവർത്തന പുസ്തകത്തെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ നിയമാവർത്തന പുസ്തകത്തിന് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. കാരണം ഈ അർത്ഥതലങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തിന് ഒരു പ്രത്യേകത നിയമാവർത്തന ചരിത്രമാണ്. ഈ ചരിത്രം അതായത് നിയമാവർത്തനത്തിലുള്ള
നിയമങ്ങളുടെ ഒരു വ്യാഖ്യാനമാണ് തുടർന്ന് വരുന്ന പുസ്തകങ്ങളിൽ കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മറ്റു പുസ്തകങ്ങളിലൂടെ, മറ്റ് ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങളിലൂടെയും കാണുന്നതിലൂടെ നിയമാവർത്തന പുസ്തകത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ, പ്രത്യേകിച്ച് പഞ്ചഗ്രന്ഥത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളുടെ ഒരു സെൻറ്ററായിട്ട് വെച്ചുകൊണ്ട് ഈ സെൻറ്ററിൽ നിന്നാണ് നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത് കണ്ടതാണ് ഈ പുസ്തകം കവനൻ്റ് റിന്യൂവൽ സെറമണിയാണ്. മോശയുടെ ഒരു പ്രസംഗമാണെങ്കിൽ ആ പ്രസംഗം ഒരു ജനത, പാപത്തിൽ അകപ്പെട്ട ജനത ദൈവത്തിന് മുമ്പിൽ ഒരു ഉടമ്പടിയുടെ നവീകരണം നടക്കുന്നതിലൂടെ പുതിയ ജനമായി മാറുന്ന രംഗമാണ് നമ്മൾ രണ്ടാമതായിട്ട് കണ്ടത്. അതുകൊണ്ട് ഈ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.